ഗുഡ് മോർണിംഗ്. കുറച്ച് വൊക്കാബുലറീസ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂസ്ലെസ് ആയ ബിൽഡിങ്സിനെ കുറിച്ച് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വൈറ്റ് എലിഫൻസ്. സോ ഇതിൻ്റെ സ്റ്റോറി ഇതാണ്. സോ ഒരു രാജാവും വൈറ്റ് എലിഫൻ്റ് ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. കാരണം ഇന്നും അയാൾ റെയർ അനിമൽ ആയതുകൊണ്ട് അനുഭവിച്ചോട്ടെ എന്ന് വിചാരിച്ച് കൊടുത്തൊരു എലിഫൻ്റ് ആയിട്ടാണ് വൈറ്റ് എലിഫൻസ് എന്ന് പറയുന്നത്. സോ യൂസ്ലെസ് ആണ്, നോ ലോങ്ങർ നീഡഡ്. സോ ചിലപ്പോൾ നമ്മുടെ ബിൽഡിംഗ് ഒക്കെ അബാൻഡൻ ചെയ്യും, നമ്മളെന്ന് വെച്ചാൽ ഉപേക്ഷിക്കും. ഓക്കെ, സോ അതിന് ആ ഒരു സിറ്റുവേഷനാണ് പറയുന്നത് വൈറ്റ് എലിഫൻസ്. ദ ന്യൂ ഓഫീസ് ബ്ലോക്ക്, എക്സാമ്പിൾ സെൻറ്റൻസ് ആണ്. The new office block has become an expensive white elephant. Okay, the new office block has become an expensive white elephant. So ഇത് വേറെ BBC-യിൽ കൊടുത്ത കുറച്ച് എക്സാമ്പിൾസ് ആണ്. I have paid a lot of money for this posh designer dress that I never use. It's a white elephant. So posh designer dress, white elephant. I never use that. The new airport is a white elephant. It's got 4 runways and it's equipped with the latest technology. But not many people visit this region. So the new airport is a white elephant. So കേരളത്തിലുള്ള വൈറ്റ് എലിഫൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് ഗവൺമെൻറ് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന വൈറ്റ് എലിഫൻസ് ഏതൊക്കെയാണെന്ന് ഒന്ന് ഗസ് ചെയ്യാം. Okay, the new airport is a white elephant. So next എന്ന് പറയുമ്പോൾ wastefulness, useless or profitless activity. So useless or profitless activity. Example sentence: the wastefulness of missed opportunity. Okay, wastefulness. So first word white elephants, wastefulness. Now boom and bust. Okay, boom and bust എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഇതാണ് ഒരു പിക്ചേഴ്സ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ബൂം ആൻഡ് ബസ്റ്റ്. വളരെ നല്ലത് അല്ലെങ്കിൽ വളരെ മോശം എന്നൊരർത്ഥമാണ് ബൂം ആൻഡ് ബസ്റ്റ്. ഇഡിയമാണ്, ഒന്നില്ലെങ്കിൽ നേരെ അല്ലെങ്കിൽ നേരെ കുത്തനെ അൺഎക്സ്പെക്റ്റഡ് ആണ്. ഓക്കെ, result in an outcome that will either be very good or very bad. ഒന്നില്ലെങ്കിൽ വളരെ നല്ല അല്ലെങ്കിൽ വളരെ മോശം. സോ അതിനൊരു എക്സാമ്പിൾ സെൻറ്റൻസ് ആണ്: many professional athletes face a boom or bust situation either in their career where they are either drafted to a professional league or don't advance at all. So ഈ പ്രൊഫഷണൽ അത്ലറ്റ്സിനെ കുറിച്ചുള്ള എസ്സേസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അവർക്ക് എപ്പോഴും നമുക്ക് ഉറപ്പില്ല, ബൂം ഓർ ബസ്റ്റ് സിറ്റുവേഷൻ ആണ്. മെനി പ്രൊഫഷണൽ അത്ലറ്റ്സ് ഫേസ് എ ബൂം ഓർ ബസ്റ്റ് സിറ്റുവേഷൻ ഏർലി ഇൻ ദിയർ കരിയർ വേർ ദേ ആർ എയ്തർ ഡ്രാഫ്റ്റഡ് സ്ട്രെസ് ചെയ്യുന്നുണ്ട്, ഡ്രാഫ്റ്റഡ് ടു എ പ്രൊഫഷണൽ ലീഗ് ഓർ ഡോണ്ട് അഡ്വാൻസ് അറ്റ് ഓൾ. സോ നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ഇൻ ദ ഓയിൽ ഫീൽഡ്സ് ഈസ് ഓൾവേസ് ബൂം ഓർ ബസ്റ്റ്. ദർ ഇസ് എയ്തർ ലോട്ട്സ് ഓഫ് വർക്ക് ഫോർ എവറി വൺ ഓർ ഹാർഡ്ലി എനി വർക്ക് ഫോർ എനി വൺ. സോ നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഓയിൽ ഫീൽഡിനെ കുറിച്ചായിരുന്നു. സോ ബൂം ഓർ ബസ്റ്റ്. എക്സാമ്പിൾ: the eras of boom and bust. Eras of boom and bust. Boom and bust cycle. So Arnold's life had followed a boom and bust cycle. ബൂം ആൻഡ് ബസ്റ്റ് സൈക്കിൾ, ഒന്നില്ലെങ്കിൽ നല്ലത് അല്ലെങ്കിൽ മോശം. സോ ഇത് ബിൽഡിങ്സുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ബിൽഡിങ്സ് തന്നെ ഇതിനൊക്കെ നമുക്ക് എങ്ങനെ അതിൻ്റെ വൊക്കാബുലറിയാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ ഡിസ്ട്രക്ഷൻ ആണ്, ഡിമോളിഷ്. ഓക്കെ, ഡോണ്ട് ഡിമോളിഷ് ഓൾ ബിൽഡിങ്സ്, ആർച്ച് ആർക്കിടെക്ട്സ്. സോ ആർച്ച് എന്നൊക്കെ ഇപ്പം നമുക്ക് എസ്സേസിൽ വേറൊരാളുടെ ഒപ്പീനിയൻ, എക്സ്പേർട്സ്, ആർച്ച് എക്സ്പേർട്സ് എന്നൊക്കെ നമുക്ക് ആക്കി വെക്കാം. ഡിമോളിഷ് ഓൾ ബിൽഡിങ്സ്. ഓക്കെ, ജസ്റ്റ് ബിൽഡിങ്സ് റിലേറ്റഡ് വൊക്കാബുലറി മാത്രം നോക്കുന്നുള്ളൂ. ഫുട്ടേജ് ഓഫ് ബിൽഡിംഗ് ബീങ് ഫ്ലാറ്റൻഡ് ഇൻ എ നോയ്സി ഡിമോളിഷൻ. ഡിമോളിഷൻ. ഓക്കെ, ബിൽഡിങ്സ് ബീങ് ഫ്ലാറ്റൻഡ്. So buildings being flattened
noisy demolition to be so അത് so അത് ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു. So but architects says such structures should be protected to fight climate change. In order to protect or in order to fight against climate change. So what this is, property owners should be incentivized to upgrade draughty buildings, not just knock them down. Property owners vocabulary മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. Property owners incentivized upgrade draughty buildings. ഈ draughty buildings എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അത്രയും ഇപ്പം ആ ജനലും വാതിലൊക്കെ അത്രയും ഒരു കൊളാപ്സ്ഡ് അത്രയും നല്ലൊരു പെർഫെക്റ്റ് കണ്ടീഷൻ പൂർ ഫിറ്റിംഗ് ഒക്കെ ആണെങ്കിലാണ് ഡ്രോട്ടി ബിൽഡിംഗ് ഡ്രോട്ടി ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, നോക്ക് ദം ഡൗൺ. സോ ഇവിടെ കാണുന്നത് എന്താ, ഡിമോളിഷ് അല്ലെങ്കിൽ നോക്ക് ദം ഡൗൺ. ഓക്കെ, സോ അതർവൈസ് ഓൾഡ് എനർജി ഹംഗ്രി ബിൽഡിംഗ്. സോ ഇതിനെ തന്നെ നമുക്ക് പറയാം ഓൾഡ് ബിൽഡിംഗ്, ഓൾഡ് എനർജി ഹംഗ്രി ബിൽഡിംഗ്. ഓക്കെ, സോ എന്തിനാണ് ഇത് ഡിമോളിഷ് ചെയ്യുന്നത്? ബിൽഡ് എ വെൽ ഇൻസുലേറ്റഡ് റീപ്ലേസ്മെന്റ്. വെൽ ഇൻസുലേറ്റഡ് റീപ്ലേസ്മെന്റ്സ്. ഇത് മെയിനായിട്ട് കാരണം എന്ന് വെച്ചാൽ കാർബൺ എമിഷൻസ് ഉണ്ടാവും ക്ലൈമറ്റ് ചേഞ്ചിന് കാരണം. അതുകൊണ്ടാണ് പുതിയ ബിൽഡിങ്സിന് പകരം പഴയ ബിൽഡിങ് ഇൻസെൻറ്റീവ്സ് കൊടുത്തതിന് ശേഷം പ്രിസർവ് ചെയ്യണമെന്ന് പറയുന്നത്. സോ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് ബിൽഡിങ്സിനെ കുറിച്ച് അല്ലെങ്കിൽ വൈറ്റ് എലിഫൻസ്. സോ ഇത് ഡിസ്കസ് ചെയ്ത വൊക്കാബുലറി വൈറ്റ് എലിഫൻസ്, വേസ്റ്റ്ഫുൾനെസ്, boom and bust. Okay, boom and bust cycle. Thank you.